മന്ത്രിമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞു കിടക്കുന്ന കെട്ടിടമാണ്, അതിൻ്റെ ഒരാൾ പോലും ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. നുണയല്ല, പെരുന്നുണ. ലജ്ജാകരം എന്നല്ല, അതീവ ലജ്ജാകരം. ലജ്ജിക്കേണ്ടത് ആരോഗ്യമന്ത്രിയല്ല, മന്ത്രി ഓർത്ത് ജനങ്ങളാണ്. 2 മന്ത്രിമാർ നുണ പറയാൻ വേണ്ടി ഒരുമിച്ചെത്തുക, ഉദ്യോഗസ്ഥരെ അതിന് പ്രേരിപ്പിക്കുക. അവരത് പറഞ്ഞതിൻ്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്നു വീണിട്ട് അതിനകത്ത് ഒരു പാതി ജീവൻ 2.5 മണിക്കൂർ നേരം സഹായത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാ സാധ്യതകളും അടച്ച് ചാനലിന്റെ മുമ്പിൽ നിന്ന് വന്ന് ന്യായീകരിച്ച് കഥാപ്രസംഗം നടത്തുകയാണ് മന്ത്രി വീണ ജോർജ്. ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ച ഒരു കെട്ടിടമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത്? എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നോക്കൂ, എനിക്കിപ്പോൾ സംസാരിക്കാൻ നേരമില്ല. രക്ഷാപ്രവർത്തനം നടത്തണം. ആരെങ്കിലും അതിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഇങ്ങനെയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യമന്ത്രി നിങ്ങൾ സംസാരിക്കേണ്ടിയിരുന്നത്? അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത്. 3.5 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഭൂപ്രദേശത്ത് അപകടങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ അതിനെ അപകടമായി കണ്ട് അനന്തര നടപടികളിലേക്ക് കടക്കുന്നതല്ലേ ജനാധിപത്യ ഭരണത്തിന്റെ ഭംഗി? ഒരു സ്ത്രീയാണ് പോയത്, ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളും ചെയ്യാൻ പാടില്ലാത്ത ലജ്ജാകരമായ വാക്കുകളാണ് വീണ ജോർജിന്റെയും മന്ത്രി വാസവന്റെയും വായിൽ നിന്ന് വീണത്. അതിന്റെ ഉത്തരവാദിത്തം അവർക്കുണ്ട്. എവിടെ നിന്നെങ്കിലും പറഞ്ഞ് മൈക്കിന്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്ന നറേറ്റീവ് പറയുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരൊന്നുമല്ല നിങ്ങൾ, മന്ത്രിമാരാണ്. പാതി ജീവനിൽ ഒരാൾ ആശുപത്രി കെട്ടിടത്തിൽ കിടക്കുമ്പോൾ ചിരിച്ചും കളിച്ചും ന്യായീകരിക്കാൻ പാകത്തിന് ആരാണ് നിങ്ങൾക്ക് സ്റ്റഡി ക്ലാസുകൾ നൽകുന്നത്? അത്യാഹിത ഘട്ടത്തിൽ, അത്യാസന്നമായ ഘട്ടത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ഇവരുടെ നിലപാട് കൊണ്ട് കഴിഞ്ഞില്ല. ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ ആളുകളില്ല എന്ന് 2 മന്ത്രിമാരെ ന്യായീകരിക്കുമ്പോൾ കയ്യിലും കാലിലും ഒക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ ഓർത്തോ രോഗികൾ അവിടെ കിടന്നിരുന്നു. സത്യത്തിൽ ആ മരണത്തിന്റെ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുക്കേണ്ടതാണ്. എന്നിട്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ നുണ പറയാൻ കഴിയുന്നത്? നിങ്ങളുടെ തന്നെ നുണ കൂമ്പാരം ഇടിഞ്ഞു വീണ് നിങ്ങളും നിങ്ങളുടെ സർക്കാരും എന്നേക്കുമായി ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല. അവരാണ് പറഞ്ഞത്, ഔദ്യോഗികമായി പറയാണ് മാധ്യമങ്ങളോട്, ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്, അവിടെ ആരുമില്ല. അവിടെ ഉപയോഗത്തിലുള്ള ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇന്നുകൂടി ഉപയോഗിച്ച ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് പറയുന്നത്. രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്ത് നുണയും പറയും. അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. ഒരു വികാരവും മുഖത്തില്ലാത്ത ഒരു AI വീഡിയോ ക്യാരക്ടർ മാത്രമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിങ്ങൾ. ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ്. രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. സത്യത്തിൽ അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഭംഗി. പത്തനംതിട്ടയിലെ CPM-ന്റെ ഏരിയ സെക്രട്ടറി പറഞ്ഞത് മന്ത്രിയല്ല, ഒരു MLA ആയിരിക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല എന്നാണ്. എന്നാൽ ഒരു വാർഡ് മെമ്പറായി പോലും ഇരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല മന്ത്രി വീണ ജോർജ്. ഇത്ര ദയനീയമായ ഒരു അവസ്ഥയിൽ ആരോഗ്യരംഗത്തെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കാണ്. രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.